കുക്കിനെ കാണാനില്ലല്ലോ. ഞാൻ ചോദിച്ച അമ്മാമ്മയുടെ അമ്മാമ്മ ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മാമ്മ ഇത് തിന്നണം. നല്ല തരി തരിയായിട്ട് ഞാൻ അരച്ച് എനിക്ക് അരി അരയെന്ന് മറന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവലൂസ് കൂടിയാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്തിനാണ് ഈ പറമ്പിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചു. പറമ്പിൽ കുറച്ച് ഇലകളൊക്കെ പറിക്കാൻ വേണ്ടി വന്നു. ഇത് എൻ്റെ പറമ്പും എൻ്റെ തോട്ടവും അല്ല, ഇത് കൊച്ചച്ഛൻ്റെ സ്വന്തം പറമ്പും കൊച്ചച്ഛൻ്റെയാണ് ഇതെല്ലാം. ഈ കൃഷി എന്താണ് കുറേ ഇവിടെ ഒരു സംഭവം ഉണ്ട്, കാണിച്ചു തരാം. എന്തായിരുന്നു ഈ മുളകിൻ്റെ പേര്? അസുരൻ മുളക്. അസുരൻ അല്ലെങ്കിൽ ഒടങ്കൊല്ലി. അസുരൻ അല്ലെങ്കിൽ ഒടങ്കൊല്ലി. ഓക്കെ, ഇതാണ് സംഭവം. ഇത് കാന്താരിയുടെ ഒരു വെറൈറ്റിയാണ്. അതിനെ അസുരനും ഒടങ്കൊല്ലി എന്നും പറയുന്നത്. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മീനിലൊക്കെ അമ്മാമ രണ്ട് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ഫ്ലേവർ നമ്മൾ സാധാരണ ചില്ലീസ് ഇടുന്നതിൻ്റെ ഫ്ലേവറല്ല, ഭയങ്കര ഫ്ലേവറാണ്. അതുപോലെ ഇവിടെ ഒരു മുളക് വെച്ചൊരു കറി ഉണ്ടാക്കും, രസം പോലെ ഇരിക്കും. പക്ഷെ അതും ഭയങ്കര ടേസ്റ്റാണ്. നല്ല അതായത് റെഡ് കളറിൽ ഇത് പഴുത്തതാണ്. ഒത്തിരി ഉണ്ടായത്, നമ്മളിപ്പോൾ പറിച്ച് എടുത്തായിരുന്നു കറിക്ക് വേണ്ടിയിട്ട് കുറേ. പിന്നെ കുറേ സാമ്പ ഇതെല്ലാം വിൽക്കാനാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അതിനെപ്പറ്റി ഒരു ധാരണയില്ല. പിന്നെ കാന്താരിയുണ്ട്, അങ്ങോട്ട് ഒരുപാട് വാഴയുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാം കൊച്ചിൻ്റെയാണ് ചെടികൾ. പിന്നെ മെയിനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് കുരുമുളക് ഫ്രണ്ടിലും ഒത്തിരി ഉണ്ട്, അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വീട്ടാവശ്യത്തിനും അത്യാവശ്യം പുറത്ത് കൊടുക്കാനുള്ളതും ഒക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ ഇത് ഓക്കെ. അപ്പോൾ ഞാൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് വന്നില്ല. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അവലൂസ് കൂടിയാണ്. കൊച്ചൻ്റെ അമ്മ ഇന്ന് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഞാനത് ബ്ലോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അമ്മാമ്മയുടെ എല്ലാ പലഹാരങ്ങളും എൻ്റെ പഴയ ഒരു ചാനലുണ്ടായിരുന്നു, അതിൽ അമ്മാമ്മയുടെ ഒരു ചക്കവരട്ടിയത് ഞാൻ ഇട്ടിട്ടുണ്ട്. അമ്മാമ്മയുടെ എല്ലാ ഫുഡും, ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും ടേസ്റ്റായിട്ട് കഴിച്ച ഹോംലി ഫുഡ് എന്ന് പറയുന്നത് അമ്മാമ്മയുടെ ഫുഡുകളാണ് എല്ലാം. ഇപ്പോൾ ചിക്കൻ കറി എല്ലാം നാടൻ. അപ്പോൾ ഇന്ന് നമ്മൾ അവലൂസ് കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിലെന്തോ കുറച്ച് ഇലകളൊക്കെ ആഡ് ചെയ്ത് കുറച്ച് ഔഷധപരമായിട്ടുള്ളൊരു അവലൂസ് പൊടി, ചുമ്മാ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടല്ല, നമുക്ക് കുറേ ആരോഗ്യപരമായിട്ടുള്ള നല്ല ഒരു ഹെൽത്തി അവലൂസ് കൂടി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഇല പറിക്കാൻ പോകാം. ഇതാണ് കൊടങ്ങൽ എന്ന് പറയുന്ന ഇല. ആക്ച്വലി ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് യൂസ്ഫുള്ളാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ, അതുപോലെ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ, പിന്നെ ഗേൾസിന് ഉണ്ടാകുന്ന ഈ ഒരു വൈറ്റ് ഡിസ്ചാർജിനും ഭയങ്കര യൂസ്ഫുള്ളാണിത്. പിന്നെ കുടലിലെ പുണ്ണ് അല്ലേ, ഇൻഡസ്റ്റൈനിൽ കുടലിനൊക്കെ വരുന്ന പുണ്ണിനൊക്കെ ഇത് ഭയങ്കര നല്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതൊക്കെ ഞാൻ ആധികാരികമായി പഠിപ്പിച്ചേക്കാണ്. ഇത് ഇവിടുന്ന് എനിക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടിയത് അമ്മാമ്മയും കൊച്ചച്ഛന്. ആ, അപ്പം നമുക്ക് ഇതൊന്ന് പറിച്ചെടുക്കാം. പാത്രം അപ്പോൾ ഇതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കഴുകി വൃത്തിയാക്കി നുള്ളി എടുക്കുന്നത് ഒരു പരിപാടിയാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഒരു 1.5 മണിക്കൂറിന് മുമ്പ് അരി ഒന്ന് കുതിർക്കാനിടണം.
നമുക്കൊന്ന് ട്രയൽ നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഇലയും അരിയും കൂടെ ഒന്നിച്ചിട്ട് പൊടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കുറച്ച് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാം മേലിനോട്ട് അമ്മാമ്മയാണ്, അമ്മാമ്മയൊക്കെ വരും. അരിയും ഈ കൊടങ്ങലിൻ്റെ ഇലയും കൂടെ ഒന്നിച്ച് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് അമ്മാമ്മ ഇത് അരച്ചെടുക്കാൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പം നമുക്കിതൊന്ന് തട്ടിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇലയും അരി എന്തരിയാമ്മ? അരി എന്തരിയാ? ചെമ്പാവോ? ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാം. നമ്മൾ ചെമ്പാവല്ലേ എടുത്തത്? നമ്മൾ ചെമ്പാവാണ് എടുത്തത്. ആ അരി നമ്മൾ നന്നായിട്ട് കഴുകി കുതിർത്ത് അത് ഊറ്റിയെടുത്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഇലയും കൂടെ എന്തരയായിരുന്നു? കൊടങ്ങൽ ഇലയും കൂടെ ഇട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അല്ല, അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം അരിക്കുന്നു. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ, അമ്മാമ്മയുടെ അവലോസ് പൊടി. ഒന്ന് വരച്ചെടുക്കാം അല്ലേ? അമ്മാമ്മ ആരാന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ? ഇവിടെ കൊച്ചച്ഛൻ്റെ അമ്മയാണ് ഞാൻ. പക്ഷെ എൻ്റെ പഴയ ഒരു ചാനലിൽ ഞാൻ അമ്മാമ്മയുടെ ചക്ക വരട്ടിയതല്ലേ നമ്മൾ ഉണ്ടാക്കിയത്, ചക്ക വരട്ടിയത് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് ഇപ്പം ഞാൻ ട്രിവാൻഡ്രത്തോട്ട് വന്നു, എനിക്ക് കുറച്ചും കൂടെ സൗകര്യമുണ്ട് ഇവരുടെ അടുത്തേക്ക് വരാം. അപ്പം അമ്മാമ്മ ഇവിടെ കൊച്ചച്ഛൻ്റെ അടുത്തും പിന്നെ കൊച്ചച്ഛൻ്റെ അനിയനുണ്ട്, അവിടെ മാറി മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ ഓരോ ട്രഡീഷണൽ പലഹാരങ്ങൾ ഉണ്ടാക്കിക്കാം. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാക്കാമേ. കുറേ ഉണ്ട് അമ്മാമ്മയുടെ കയ്യിൽ ഐറ്റംസ്. നമുക്ക് ഈ അരിച്ചെടുത്തത് ഒന്നും കൂടെ മിക്സിയിട്ട് അടിച്ചിട്ട് എടുക്കാം. നല്ല തരിയായിട്ട് ഞാൻ അരച്ച് എനിക്ക് ഈ അരി അരയെന്ന മറപ്പം. ഇത്രേശ്ശെ ജീരകം എടുത്തിട്ടുണ്ട്, അതൊന്ന് ഇടിച്ചെടുക്കാം. ഇത്ര ഉപ്പ് പിന്നെ ജീരകം എത്ര? ഇത് മൊത്തം ഇടണോ? ഇത്രയും ജീരകത്തിന്റെ പകുതി മതിയോ? തേങ്ങ ഇടണം. ഇനി തേങ്ങ ഇടുവാണേ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞെവടണം. എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം. ഇങ്ങനെയോ?
മാവും കൂടെ ഒത്തുഞ്ഞ അവിടെ മാവെല്ലാം ഒത്തു കളഞ്ഞിട്ട് അടിയിൽ മാറ്റിട്ടുണ്ട്. അമ്മ പതുക്കെ പറഞ്ഞു മാവ് നനയട്ടോ. നല്ല നനഞ്ഞു. ഈ തേങ്ങയുടെ ഇതില് നനയണം. വെള്ളം പറ്റാൻ പാടില്ല. വെള്ളം പറ്റാൻ പാടില്ല. തേങ്ങയുടെ ആ നനവില് മാവ് നനയണം. ആ ഇലയുടെ മണം, ഇലയുടെ മണം. ഉപ്പ് കുറച്ചേ ഇടുള്ളൂ. ഇനിപ്പിട്ടാണ് കഴിക്കാൻ രാവിലെ വെറുമായിട്ട് കഴിക്കാൻ നല്ലത്. രാവിലെ വെറും വയറ്റില്ല കഴിക്കാൻ. എന്നാലും രാവിലെ കഴിക്കാൻ നല്ല നല്ലത്. എപ്പോൾ വേണമെങ്കിലും സ്നാക്സ് ആയിട്ട് നമുക്കിത് കഴിക്കാം. അതല്ല ഇപ്പം ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഔഷധമുള്ള ഒരു ഇലയാണ് ഇട്ടത് കൊണ്ട് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് നല്ലതെന്നാണ് അമ്മമ്മ പറഞ്ഞത്. ആ ഇലയുടെ മണം. ഇനിപ്പിട്ട് കഴിക്കുന്നതെന്ന് പറയുന്നത് വെച്ചാൽ കരിപ്പെട്ടി, കരിപ്പെട്ടി ഇട്ട് വേണം കഴിക്കാൻ. വെള്ളം പോണം അല്ലേ അമ്മ? ഇനി ഇത് ഇരട്ടെ അമ്മ? ഇനി ഇത് നമ്മള് ഈ ഉരുളിയിലേക്ക് തട്ടുക. എന്നെ കൊണ്ട് നടക്കും തോന്നുന്നു. ഇതിന്റെ ഇളക്ക് ശരിയായി. പച്ച കളറാണ്. പച്ചക്കളറുണ്ട്. പക്ഷെ അന്നൊക്കെ നമ്മൾ ഉണ്ടാക്കിയത് ഒരു മഞ്ഞ കളർ. അന്ന് സാധാരണ ഇല ഇല്ലാതെ ഉണ്ടാക്കിയില്ലേ? തെമ്മത്ത് വരുമ്പോൾ ചോപ്പ്. ചോപ്പ് കളർ. ചോപ്പ് ചോപ്പ്. അമ്മമ്മ പറയുന്നത് ഇങ്ങനെയുള്ള സാധനങ്ങൾ അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്. ഇത് നടുക്ക് മാത്രം തീ കത്തിക്കൊണ്ടിരിക്കുള്ളൂ. ഇതിപ്പോ ഒത്തിരി ആയിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചതേ, ഇത് ചീകി ഇടണോ? പിന്നെ ഞാൻ ചോദിച്ച അമ്മാമ്മ എടുത്ത അമ്മാമ്മ ഇത് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അമ്മാമ്മ ഇത് തിന്നണോ? സരള പാചകം അത് കണ്ടിട്ട് വേണം ഇനി ചിക്കൻ കറി കഴിക്കാൻ. അടുത്ത ചിക്കൻ കറിയാ.
യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഇതൊന്നും ഇല്ലാതെയും കഴിക്കാം. ഇത് വളരെ നല്ലതാണ് ആരോഗ്യത്തിന്. ചെറിയൊരു കടുപ്പുണ്ടാവും ഇലയുടെ, പക്ഷെ അത് അങ്ങനെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ചെറുത് അങ്ങനെ ഭയങ്കരമായിട്ട് കയ്പൊന്നുമില്ല. ഇലയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് ശർക്കരയാണ് ഏറ്റവും നല്ലത്. ഷുഗർ ഇല്ലാതെ കരിപ്പട്ടി, കരിപ്പട്ടിയാണ് ഏറ്റവും നല്ലത്. ഇപ്പം നമുക്ക് ശർക്കരയേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ശർക്കര ഇടുവാണ്. അതല്ല പഞ്ചസാര ഇട്ട് കഴിക്കണമെങ്കിലും കഴിക്കാം. സൂപ്പർ. കുഞ്ഞമ്മ വാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. സൂപ്പർ, നല്ലല്ലേ? ക്യാമറ കുമ്മലിന് കൊടുക്കട്ടെ. ഇലയിലൊരു കടുപ്പുണ്ട്. ഞാൻ ചോദിച്ചാൽ എന്താണ് ഈ കടുപ്പ്? ഇലയുടെ ശർക്കര ഇവിടെ വെച്ചേക്കണെന്തിന്? കുഴയ്ക്കാനാ? ശർക്കര ഇല്ലാതൊന്നുമല്ല, ഒരു ചെറിയ കടുപ്പുണ്ടെന്നുള്ള ഇലയുടെ ഫ്ലേവർ സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ഇടണം. ഇനിയും ഇതുപോലുള്ള അടിപൊളി പലഹാരങ്ങളും ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സുമായിട്ട് വീണ്ടും വരാം. അമ്മ വേണം മാസ്റ്റർ കുക്കിനെ കാണാനില്ലല്ലോ. അപ്പം നമ്മൾ വീണ്ടും വേറെയൊക്കെ കുക്കിംഗ് ആയിട്ട് വരും. അപ്പം എല്ലാവർക്കും ചാറ്റ് കൊടുക്കും.